പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രമുഖ ഇംഗ്ലീഷ് സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ചാൾസ് ഡിക്കൻസ്. 1843 അദ്ദേഹം രചിച്ച എ ക്രിസ്മസ് കരോൾ എന്ന നോവല്ല ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് സമൂഹത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ വെളിവാക്കുകയും സഹാനുഭൂതിയും കാരുണ്യവും നിറഞ്ഞൊരു ലോകത്തിൻ്റെ പ്രാധാന്യം പകർന്നു നൽകുകയും ചെയ്തു. മൂലകൃതിയിൽ നിന്നും പല ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇതിവിടെ നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ മാറ്റങ്ങൾ ഡിക്കൻസിൻ്റെ കൃതിയുടെ ആത്മാവിനോടുള്ള ആദരവോടെ തന്നെയാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. ഒരപേക്ഷ, ദയവ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ സൈലൻറ്റ് മോഡിലിടുക. അടുത്ത ഒരു ബെല്ലോടുകൂടി കാലാതീതമായ മാനവികതയുടെ സന്ദേശം പകരുന്ന ക്രിസ്മസ് കരോൾ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും സ്വാഗതം. ആരോട് ചോദിച്ചിട്ടാണ് ഇവരെയൊക്കെ അകത്തേക്ക് കയറ്റിയത്? ക്രാച്ചിറ്റ്, ചോദിച്ചത് കേട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാണ് ഇവരെ? അല്ല, വാതിൽ ചാരിയിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസ് കരോളും പാടി വരുന്ന കുട്ടികളെ എങ്ങനെയാ വെറുതെ പറഞ്ഞയക്കുന്നത്? ഒരു ക്രിസ്മസ് മനുഷ്യരെ മെനക്കെടുത്താനായി. എന്താടോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. അല്ല, എനിക്ക് ഗുഡ് ഈവനിങ് അങ്കിൾ. മെരി ക്രിസ്മസ്. അടുത്ത ശല്യം. മെറി ക്രിസ്മസ് ഫ്രെഡ്. മെരി ക്രിസ്മസ് ടു യു ടു. നിങ്ങൾക്ക് ഇതൊന്ന് നിർത്താമോ? മെറി ക്രിസ്മസ് എന്തിനാണ് ഈ മെറി? അങ്കിളിന് എപ്പോഴും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്തിനാ ഇത്ര ദേഷ്യം? മനുഷ്യരുടെ സമയം മെനക്കെടുത്താൻ ഇത്തരം ആഘോഷങ്ങൾ, അതിൻ്റെ പേരും പറഞ്ഞ് തിന്നും കുടിച്ചും ജീവിതം പാഴാക്കുന്ന ഈ പരിപാടി കൊണ്ട് ആർക്കെന്ത് ലാഭം? ഒരു മെറി ക്രിസ്മസ് പോലും ഹാംബർഗ്. അങ്കിൾ അങ്ങനെ പറയരുത്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഘോഷമല്ലേ ക്രിസ്മസ്. ജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഈ ദിവസങ്ങളിൽ അതൊക്കെ മറന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരും സ്നേഹിക്കാൻ നമുക്കാകണം. ലോകം പ്രതീക്ഷയറ്റൊരു സമൂഹമല്ല. നന്മയുള്ള നാളെ
നമുക്കുണ്ടാകണം എന്നാണ് മെരി ക്രിസ്മസ് എന്ന് വിഷ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്, മനസ്സിലാക്കുന്നത്. ഫ്രെഡ് പറഞ്ഞത് വളരെ ശരിയാണ്. ക്രാച്ചിറ്റ്, വേണ്ട. എന്റെ കരുണയിൽ കഴിയുന്നവൻ ഞാൻ പറയുന്നത് പോലെ നിന്നാ മതി. പ്രസംഗം കഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാം. എനിക്കിത് കേട്ടിരിക്കാനുള്ള സമയമില്ല. ഈ കാര്യങ്ങളിലൊട്ട് വിശ്വാസവുമില്ല. അങ്കിൾ, ഞാൻ വന്നത് അങ്കിളിന് നാളത്തെ മീൽസിന് ക്ഷണിക്കാനാണ്. അങ്കിൾ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ? ആ അതെ, എനിക്കും ഭാര്യ സ്റ്റെല്ലയ്ക്കും. അങ്കിളോട് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ കല്യാണത്തിനും അങ്കിൾ വന്നില്ല. നാളെങ്കിലും. ഇല്ല, എനിക്ക് താല്പര്യമില്ല. നിനക്ക് പോകാം. അങ്കിൾ പ്ലീസ്, നാളെയെങ്കിലും ഞങ്ങളുടെ കൂടെ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും മെരി ക്രിസ്മസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മെറി ക്രിസ്മസ് ഫ്രെഡ്. വീണ്ടും വീണ്ടും മെറി ക്രിസ്മസ്. ഇടോ, തന്നോടല്ലേ പറഞ്ഞത് ഒന്ന് നിർത്താൻ. എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. പിടിപ്പത് പണി ഇവിടെ ഉണ്ട്. എന്തിനാ ഇത്ര തിരക്കിട്ട്? നാളെ ക്രിസ്മസ് അല്ലേ, വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമായിരുന്നു. ശരി ശരി, ഇനി നാളെയും അവധി വേണമായിരിക്കും. വർഷത്തിൽ ഒരിക്കലല്ലേ ഇങ്ങനെ ഒരു ദിവസം വരും. പിന്നെ ബെന്നിൻ്റെ അസുഖം, അതുകൂടി ആലോചിക്കുമ്പോൾ ക്രിസ്മസ് ആയിട്ട് ഇന്ന് എന്തെങ്കിലും കുറച്ചുകൂടി. ക്രിസ്മസ് എനിക്ക് ഒരു പ്രത്യേകതയുമുള്ള ദിവസമല്ല. തനിക്ക് എന്നും തരാനുള്ള പൈസ ഇന്നും തരും, 2 ഷില്ലിംഗ്. പിന്നെ തന്റെ മകന്റെ കാര്യം, അതിലെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാ, കർത്താവിന് പോലും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ ഞാൻ ഇറങ്ങുന്നു. നാളെ അവധിയാണെന്നും പറഞ്ഞ് മറ്റന്നാ വൈകരുത്. സമയത്തിന് തന്നെ ഇവിടെ എത്തിയേക്കണം. മാർലി ആൻഡ് സ്ക്രൂജ് അസോസിയേറ്റ്സ് അല്ലേ? നിങ്ങൾ? ഞാനിവിടുത്തെ സെക്രട്ടറിയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മാർലി? അല്ല, മാർലി മരിച്ചിട്ട് ഇന്നേക്ക് 7 വർഷം തികയുന്നു. ഈ സ്ക്രൂജാണ് ഇപ്പോൾ ഈ സ്ഥാപനം നടത്തുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാനുള്ള ഒരു ശ്രമമാണ്. അദ്ദേഹത്തിനോട് ചോദിക്കട്ടെ. കിട്ടിയത് തന്നെ. ഹലോ സ്ക്രൂജ്, ഞങ്ങൾ വി ഗിവ് ചാരിറ്റിയിൽ നിന്നാണ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും പൈസ സമാഹരിച്ച് പാവങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. അതെ, ഈ ക്രിസ്മസ് വേളയിൽ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ ഒരു ശ്രമം. നിങ്ങൾ വന്ന സ്ഥലം തെറ്റി. ഞാൻ സമ്പാദിക്കുന്ന പണം ജോലി ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല. സർ, സമൂഹത്തിലെ എല്ലാവരും താങ്കളെ പോലെ ഭാഗ്യം ചെയ്തവരല്ലോ. അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടായിരിക്കാം പലരും ഇങ്ങനെ അവശ്യരും നിരാലംബരുമായി പോയത്. അതെല്ലാം എക്സ്ക്യൂസസ് മാത്രമാണ്. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ആളൊന്നും അല്ല ഞാൻ. അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതിനു പറ്റാത്തവർ അവശരാകും. നിങ്ങൾ പറഞ്ഞതുപോലെ നിരാലംബരാകും. അത് അവരുടെ തലവര. സാർ, എന്തായാലും എന്തെങ്കിലും ഒരു ചെറിയ സംഭാവന തരണം. സാറിൻ്റെ പേര് സ്ക്രൂജ് എന്ന് എഴുതാമല്ലേ? എഴുതണ്ട. അപ്പോൾ പേര് അനോണിമസ് ആക്കി വെക്കാം എന്നാണോ? ഒന്നും എഴുതണ്ട. നിങ്ങൾ ഒന്ന് പോയി തരുമോ? എനിക്ക് ഈ ഓഫീസ് അടയ്ക്കാൻ സമയമായി. ഓക്കെ, മെറി ക്രിസ്മസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഹോ, എന്തൊരു മനുഷ്യൻ. വാ, നമുക്ക് പോകാം. മേരി ക്രിസ്മസ് പോലും. ഹാംബാക്ക്.
സ്ക്രൂജ്. ആരാ നിങ്ങൾ? നിനക്കെന്നെ മനസ്സിലായില്ലേ സ്ക്രൂജ്? മാർലി, നീ മാർലി അല്ലേ? ഞാൻ മാർലി ആയിരുന്നു. ഇപ്പോൾ മാർലിയുടെ ആത്മാവ്, ഗതി കിട്ടാതെ അലയുന്ന മാർലിയുടെ ആത്മാവ്. നീ എന്തിനാ ഇവിടെ? നീ എന്നെ ഇങ്ങനെ എന്തിനാ പേടിപ്പിക്കുന്നത്? ഈ ചങ്ങലകൾ, ഇതുണ്ടാക്കുന്ന വേദന, ഇതുമായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സ്ക്രൂജ്. നീ എന്തിനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു? ജീവിച്ചിരുന്ന കാലത്ത് ചുറ്റുമുള്ള മനുഷ്യരെ മനുഷ്യരായി കാണാത്തതിന് ഞാൻ അനുഭവിക്കുന്ന ശിക്ഷ. ശിക്ഷയോ? നീ ഒരു നല്ല ബിസിനസ്മാൻ അല്ലായിരുന്നു? നല്ല ബിസിനസ്മാൻ. എന്തായിരുന്നു ഞാൻ ചെയ്ത ബിസിനസ്? നിന്നോടൊപ്പം ചേർന്ന് എന്ത് വില കൊടുത്തും പണം സമ്പാദിക്കുകയായിരുന്നില്ലേ എന്റെ ബിസിനസ്? കൂടെയുള്ളവരെ പരിഗണിക്കാതെ പണം 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 എന്ന ഒരേ ചിന്തയിൽ മുന്നോട്ട് പോയ നമ്മുടെ ബിസിനസ്? ഇല്ല സ്ക്രൂജ്, ഒരു നല്ല ബിസിനസ്സുകാരന് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും സമാശ്വസിപ്പിക്കാനും കഴിയണം. ഒരായുസ് മുഴുവൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും ഞാൻ അതൊന്നും തിരിച്ചറിഞ്ഞില്ല. ഇപ്പോൾ ഈ ഭാരവും പേറി നടക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നു. സ്ക്രൂജ്, നീയും ഭാരമേറിയ നീളമേറിയ ചങ്ങലകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം മനസ്സിലാക്കി തരാൻ ചിലർ വരുന്നുണ്ട്. അതറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. മാർലി, നിങ്ങൾ എന്തൊക്കെയോ പുലമ്പുകയോ? ആരാ എന്നെ കാണാൻ വരുന്നത്? ഭൂതങ്ങൾ, ഇന്നലെയുടെ ഇന്നിന്റെ നാളെയുടെ ഭൂതങ്ങൾ. അവർ മനസ്സിലാക്കി തരും നീ തീർത്തുകൊണ്ടിരിക്കുന്ന ചുട്ടുപഴുക്കുന്ന ചങ്ങലകളെ കുറിച്ച്. എനിക്കൊന്നും കാണണ്ട. സ്റ്റോപ്പ് ഇറ്റ് മാർലി. ഞാൻ നിർത്താം, പക്ഷെ നീ കാത്തിരുന്ന് കാണുക. ഈ ചങ്ങലകൾ, ഇതുണ്ടാക്കുന്ന വേദന, ഇതുമായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. സ്ക്രൂജ്, ആരാണ് നിങ്ങൾ? ഇന്നലെയുടെ പ്രേതം. എന്ന് വെച്ചാൽ? നീ എൻ്റെ കൂടെ വരൂ. നിനക്ക് നീ മറന്നു തുടങ്ങിയ ഇന്നലകളെ ഞാൻ കാണിച്ചു തരാം. എന്തിന്? അങ്ങനെ ഒരു ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല സ്ക്രൂജ്. നീ അതെല്ലാം കണ്ടേ തീരൂ. അത് നിന്റെ നിയോഗമാണ്. നിനക്ക് ഓർമ്മയുണ്ടോ ആ കുട്ടിയെ? അത് ഞാൻ തന്നെയല്ലേ? എവനസീർ, ഇത് കണ്ടോ? മമ്മയുടെ ഓഫീസിൽ നിന്ന് വന്ന അങ്കിള് കൊണ്ടുവന്ന ചോക്ലേറ്റ്സാ.
4 ഉണ്ട്. 2 നിനക്ക്, 2 എനിക്ക്. ഹായ്, എന്റെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. നീ ഇതെന്താ എപ്പോഴും വായിച്ചോണ്ടിരിക്കണേ? മമ്മ പറഞ്ഞു എബ്നിസിയർ പഠിച്ച് പഠിച്ച് വലിയ ആളാവൂന്ന്. അങ്ങനെ വലിയ ആളാവുമ്പോ നീ എനിക്ക് എന്ത് തരും? നിനക്ക് എന്താ വേണ്ടത്? ഒരുപാട് ഒരുപാട് ചോക്ലേറ്റ്സ്. ഓക്കേ, ഉറപ്പല്ലേ? പ്രോമിസ്? പ്രോമിസ്. പാവം, അവൾക്ക് അധിക കാലം ആയുസ്സുണ്ടായില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യ പ്രസവത്തോടെ അവൾ മരിച്ചു. ആ കുട്ടിയാണ് നിങ്ങളെ ഓഫീസിൽ വന്ന് ഡിന്നറിന് ക്ഷണിച്ച ഫ്രെഡ് അല്ലേ? അത് ഞാൻ. സ്ക്രൂജ്, ഞാൻ നിന്നെ എത്ര നേരം പാർക്കിൽ കാത്തുനിന്നു. ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. നീ എന്താ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? മാർഗരറ്റ്, നിനക്ക് എന്താ വേണ്ടത്? നിന്നോട് ഞാൻ പറഞ്ഞോ എന്നെ കാത്തു നിൽക്കാൻ? ഇല്ല, നീയൊന്നും പറയുന്നില്ലല്ലോ. എന്താ സ്ക്രൂജ് നീ ഇങ്ങനെ? നിനക്കറിയാമല്ലോ നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന്. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ പ്രേമത്തിലൊന്നും വിശ്വാസമില്ലെന്ന്. ജീവിക്കാൻ വേണ്ടത് പണമാണ്. ഈ പ്രേമം, സ്നേഹം എന്നൊക്കെയുള്ള വികാരങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. നീ ദുഃഖിക്കും, ഓർത്തോ. ജീവിതത്തിൽ കുടുംബം, സ്നേഹം എന്നൊക്കെയുള്ള വികാരങ്ങൾക്കുള്ള വില എന്താണെന്ന് നീ ഒരിക്കലറിയും. അന്ന് വളരെ വൈകിപ്പോയെന്ന് നീ തിരിച്ചറിയും. നീ ദുഃഖിക്കും. പണം സമ്പാദിക്കാനുള്ള ഈ ആർത്തിയുണ്ടല്ലോ, അത് നിന്നെ നശിപ്പിക്കും. എന്തേ, ഒന്നും പറയാനില്ലേ? കേട്ടിട്ടില്ലേ? കുട്ടിക്കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഭാവിയിൽ ഒരുവനെ അവനാക്കി മാറ്റുന്നത്. നിനക്കായി കാണാനുള്ള കാഴ്ചകൾ ഇനി എൻ്റെ പക്കലില്ല. ഞാൻ പോകുന്നു. നിൽക്കൂ, ഞാൻ ഇനി എന്ത് ചെയ്യണം? നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളൊന്നുമില്ല സ്ക്രൂജ്. എൻ്റെ കടമ ഞാൻ തീർത്തു. എനിക്കിനി തിരിച്ചു പോയേ പറ്റൂ. അനിവാര്യമായ നിൻ്റെ വർത്തമാനകാലത്തിൽ നീ ജീവിതം ജീവിച്ചു തീർക്കുക. ഗുഡ് ബൈ. നിങ്ങൾ ആരാണ്? വർത്തമാനകാലത്തിൻ്റെ ഭൂതം. നിനക്ക് ചുറ്റും ഇപ്പോൾ നടക്കുന്ന, നിനക്ക് കാണാൻ പറ്റാത്ത നിന്റെ വർത്തമാനകാലം കാണിച്ചു തരാൻ വന്ന ഭൂതമാണ് ഞാൻ. എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? എനിക്കിനി ഒന്നും കാണണ്ട. പപ്പ ഇപ്പൊ വരും കേട്ടോ. ആ ശരി. അത് ആരാണ് ആ അമ്മയും കുഞ്ഞും? ഹൗ വാസ് യുവർ ഡേ ബെൻ? മോനിന്ന് പടം വരച്ചോ? കൊണ്ടുവാ, പപ്പ കാണട്ടെ. നിങ്ങൾ മാനേജറോട് സംസാരിച്ചോ? ദിവസക്കൂലി തരാൻ തന്നെ ബുദ്ധിമുട്ടുള്ള അയാളുടെ അടുത്ത് ഞാനിതെങ്ങനെ ചോദിക്കും? ബുദ്ധിമുട്ടോ? നിങ്ങൾ ശരിക്കും ചോദിക്കാത്തത് കൊണ്ടാണ് അയാൾ പണം തരാത്തത്. ഇനിയും ബെന്നിന്റെ ഓപ്പറേഷൻ വൈകിച്ചാൽ പിന്നെ കാര്യം എന്താവുമെന്ന്
നിങ്ങൾക്കറിയാമല്ലോ. ക്രാഷിറ്റ് എന്തെങ്കിലും ഒന്ന് പറയൂ. നമുക്ക് ഇവനല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഇവന് വേണ്ടിയല്ലേ. സ്ക്രൂജിനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓഫീസിൽ വേണ്ടത്ര പ്രശ്നങ്ങളുണ്ട്. വേറെ എന്തെങ്കിലും വഴി കാണണം. കണ്ടേ പറ്റൂ. ഹേയ്, കർത്താവ് എന്തെങ്കിലും വഴി കാണിക്കാതിരിക്കില്ല. ഈ ഒരു ക്രിസ്മസ് കൂടി നമ്മുടെ കൂടെ അവനുണ്ടായില്ലേ? അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ലേ? എന്തെങ്കിലും വഴി തെളിഞ്ഞു വരും. നമുക്ക് സമാധാനിക്കാം, പ്രാർത്ഥിക്കാം. ഇത് നിങ്ങളുടെ സെക്രട്ടറിയുടെ കുടുംബം. മനസ്സിലായി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? എത്രയൊക്കെ ആട്ടും തുപ്പും സഹിച്ചിട്ടും ആ സെക്രട്ടറി നിങ്ങളെപ്പറ്റി മോശമായി ഒന്നുപോലും പറഞ്ഞില്ല. അവരുടെ മകൻ്റെ ബെന്നിൻ്റെ ഓപ്പറേഷന് വേണ്ടിയാണ് അവർ ആ പണം സ്വരൂപിച്ചു വയ്ക്കുന്നത്. അതിനായിരുന്നു അയാൾ നിങ്ങളുടെ അടുത്ത് നിന്നും പൈസ ചോദിക്കാൻ തുടങ്ങിയത്. ആവശ്യക്കാരന് ഉപകരിച്ചില്ലെങ്കിൽ ഈ പണമെല്ലാം വെറും കടലാസുകൾ മാത്രം. പാവം കുട്ടി, അവൻ ഇനി എത്ര കാലം ഉണ്ടാകുമോ എന്തോ. ഇനിയുമുണ്ട് കാഴ്ചകൾ. അതാ ഐ എം സോ ഹാപ്പി. അങ്ങനെ കല്യാണത്തിന് ശേഷമുള്ള നമ്മളുടെ ആദ്യത്തെ ക്രിസ്മസ്. ഇത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. ഇനി വരാനിരിക്കുന്ന മനോഹരങ്ങളായ ക്രിസ്മസുകൾക്കായി, സന്തോഷമുള്ള പുതിയ നാളുകൾക്കായി. സീരിയസ്ലി? അല്ല, നീ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടോ നിന്റെ അങ്കിൾ വരുമെന്ന്? നീ തന്നെ പറഞ്ഞതല്ലേ എല്ലാ ആഘോഷത്തിലും നീ നിന്റെ അങ്കിളിനെ വിളിക്കാറുണ്ടെന്ന്. ഒരിക്കൽ പോലും വന്നിട്ടില്ല. എന്നിട്ടും ക്രിസ്മസ് പോലെയുള്ള ഒരു അവസരത്തിൽ ഈ ലോകത്തിൽ എനിക്ക് രക്തബന്ധം എന്ന് പറയാൻ ഒരേ ഒരാളേ ഉള്ളൂ. അത് ഞാൻ മറക്കാൻ പാടുണ്ടോ? അദ്ദേഹം വരുന്നതും വരാതിരിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടം. പക്ഷെ ഞാൻ എന്നും വിളിക്കും. എന്നെങ്കിലും ഒരിക്കൽ അങ്കിൾ വരും. ക്രിസ്മസുകൾ ഇനിയും ഉണ്ടല്ലോ. ക്രിസ്മസുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതെല്ലാം കാണാൻ നിന്റെ അങ്കിൾ ഇനിയും ഉണ്ടാകുമോ? അല്ല, പ്രായം കയറി വരികയല്ലേ. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. നല്ലൊരു ദിവസമായിട്ട് നമ്മൾ അതും ഇതും പറഞ്ഞ് മുഷിയണ്ട. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ... വേണ്ട, എന്നോട് ചോദ്യങ്ങൾ വേണ്ട. നിനക്കുള്ള ഒരു ഉത്തരവും എൻ്റെ പക്കലില്ല. എനിക്ക് പോകാൻ സമയമായി. പണത്തിന് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും, എന്നെ സ്നേഹിക്കുന്നവരെയും ഞാൻ മറന്നു. എൻ്റെ ജീവിതം അതിങ്ങനെയായി പോയല്ലോ കർത്താവേ. നിങ്ങളായിരിക്കും എൻ്റെ നാളെ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നതല്ലേ. എനിക്കിനി ഒന്നും കാണാനുള്ള ശക്തിയില്ല. എന്നെ എൻ്റെ പാട്ടിന് വിടൂ. അതെ, ഒന്ന് വേഗമാകട്ടെ. അകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല.
ആകെ കിട്ടിയത് ഈ കുറേ പഴയ പുസ്തകങ്ങൾ. നീ അടുക്കളയിലൊക്കെ നോക്കിയോ? പെട്രീഷ്യ, നിന്നോടാണ് ചോദിക്കുന്നത്. 1-2 വെള്ളി സ്പൂണുകൾ കിട്ടി. പിന്നെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന കുറെ ചായക്കോപ്പകൾ. വിലപിടിപ്പുള്ള വേറെ ഒന്നും തന്നെ ഇല്ല. എന്തായാലും കിട്ടിയത് കിട്ടി. ഇത് തൂക്കി വിറ്റാൽ കുറച്ച് ഷില്ലിംഗ് എങ്കിലും കിട്ടും. കോർപ്പറേഷൻകാർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടണം. ഈ മനുഷ്യന് വീട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ലേ? ഒരു മരിച്ച വീട്ടിൽ ആരെങ്കിലും ഒക്കെ കാണണ്ടേ? ആർക്കറിയാം? ശവശരീരം ഏറ്റുവാങ്ങാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു അത്രേ. ഇന്നലെ വൈകുന്നേരമാണ് കോർപ്പറേഷൻകാർ അതെടുത്തു കൊണ്ടുപോയത്. അതെന്താ? അയാൾക്ക് ഭാര്യയും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? നമ്മൾ എന്തിനിതൊക്കെ തിരക്കുന്നു? നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നു. അതായത് മോഷണം. നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ എന്തോ വലിയ ഉദ്യോഗം ചെയ്യുന്ന മാതിരിയാണല്ലോ. ദേ, ആ മെഴുകുതിരി സ്റ്റാൻഡ് എടുത്തോളൂ. 1-2 ഷില്ലിങ്ങുകളെങ്കിലും കിട്ടും. ഇതെവിടെയാണ് ഈ മെഴുകുതിരി സ്റ്റാൻഡ്? ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? അവർ ആര് മരിച്ച കാര്യമാണ് പറയുന്നത്? വേണ്ട, എനിക്കത് കാണണ്ട. എനിക്കറിയാം നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ബെന്നിന്റെ ശവകുടീരമാണെന്ന്. എന്റെ വിശ്വസ്തനായ സെക്രട്ടറി ക്രാച്ചിറ്റിന്റെ മകന്റെ. എനിക്കത് കാണാൻ കരുത്തില്ല. ഇല്ല, എനിക്കത് കാണണ്ട. എനിക്ക് രക്ഷിക്കാമായിരുന്നു അവനെ. എന്റെ കയ്യിലുള്ള പണം കൊടുത്തിരുന്നെങ്കിൽ അവന്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയേനെ. അപ്പോ അതാണ് എന്റെ അവസാനം. നേരത്തെ കാണിച്ച വീട് എന്റേത് തന്നെയായിരുന്നു. ആർക്കും വേണ്ടാതെ ശവക്കല്ലറയിൽ അവസാനിച്ച എന്റെ ശരീരം ആർക്കും ഉപകാരമില്ലാതെ സ്നേഹിച്ചവരെയെല്ലാം വെറുപ്പിച്ചുകൊണ്ട് വെറുതെ അവസാനിച്ചു പോയ എന്റെ ജീവിതം വയ്യ. എനിക്ക് വയ്യ. എനിക്കിത് കാണാൻ വയ്യ. എവിടെ? നിങ്ങൾ എവിടെ? എവിടെ? നിങ്ങൾ എവിടെ? ഏയ് ഒന്ന് നിൽക്കൂ. ഗുഡ് മോർണിംഗ്. എന്താ? ഇന്ന് എന്താണ് ദിവസം? ഇന്നത്തെ ദിവസം അറിഞ്ഞൂടെ? ക്രിസ്മസ്. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. നിനക്കൊന്ന് അകത്തേക്ക് വരാമോ? ഓക്കെ. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാമോ? എന്തുപകാരം? ഈ തെരുവിന്റെ അറ്റത്ത് ഒരു ബുച്ചർ ഷോപ്പുണ്ട്. നീ അവിടെ നിന്നൊരു 3 കിലോ ചിക്കൻ വാങ്ങി ഈ കടലാസിൽ കാണുന്ന ക്രാച്ചിറ്റ് എന്ന ആളിന്റെ അഡ്രസ്സിൽ കൊണ്ട് കൊടുക്കണം. ഇതാ പൈസ. നിങ്ങളെ സഹായിച്ചിട്ട് എനിക്കെന്താ കാര്യം?
ഈ പണത്തെ ബാക്കി വരുന്നതെല്ലാം നിനക്കെടുക്കാം. ശരിക്കും? ആസ് എ ക്രിസ്മസ് ഗിഫ്റ്റ്? യെസ്, ആസ് എ ക്രിസ്മസ് ഗിഫ്റ്റ്. മെരി ക്രിസ്മസ്. മോനെ, ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ? അങ്കിൾ, ഒരു കാര്യം ചോദിച്ചോട്ടെ? അങ്കിൾ തന്നെ ഇത് കൊണ്ട് കൊടുത്താ പോരെ? എന്നെ അങ്കിളെന്ന് വിളിക്കുന്ന മറ്റൊരാൾ കൂടി ഉണ്ട് മോനെ. എനിക്കാകെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരിയുടെ മകൻ. എനിക്കിന്ന് അവൻ്റെ വീട്ടിലാണ് ഭക്ഷണം. അങ്ങോട്ട് പോകണം. ശരി അങ്കിൾ, ബൈ. ബൈ. കർത്താവേ, എൻ്റെ കൂടെയുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ എനിക്ക് പറ്റട്ടെ. അവശരെയും നിരാലംബരെയും രക്ഷിക്കാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. അതിനുള്ള ശക്തി നീ എനിക്ക് തരണം. സ്വാർത്ഥതയും സമ്പത്തിനോടുള്ള ആസക്തിയും മനുഷ്യൻ്റെ മനസ്സിനും ജീവിതത്തിനും ദൗർഭാഗ്യം മാത്രമേ നൽകുകയുള്ളൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് കരോൾ. എബനസീർ സ്ക്രൂജിൻ്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞ കാലത്തിൻ്റെ പാഠങ്ങളും ഇപ്പോഴത്തെ ഉത്തരവാദിത്വങ്ങളും മനസ്സിലാക്കി കാലം നമുക്ക് വേണ്ടി കാത്തുവച്ചിട്ടുള്ള ഭാവിയിലെ ഫലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ മനുഷ്യനും സഹജീവികളെ മാനിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കട്ടെ. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്.